നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കും. ഇനി ഈ വിവാഹം കൂടി കഴിഞ്ഞാ എപ്പോഴും വെള്ളം കൂടി തന്നെ ആയിരിക്കും. സ്നേഹം, മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഉള്ളിലില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയെങ്കിലും കുറച്ചൊക്കെ അഭിനയിക്കണം. നിന്റെ സ്വന്തം ഏട്ടനെയാ കാണാനില്ലാതെ പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നെ, അത് മറക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഞാനാണോ നാളെ തന്നെ വിവാഹം വേണമെന്ന് പറയുന്നേ? താഴെ ഇപ്പൊ പറയുന്നൊക്കെ നീയും കേട്ടതല്ലേ? സച്ചേട്ടനും സന്ദീപേട്ടനും ഏട്ടത്തിമാരും എല്ലാരും എന്റെ വിവാഹത്തിന് വേണം തന്നെയാ എന്റെ ആഗ്രഹം. ഇപ്പൊ സച്ചേട്ടനെ കാണാനില്ല എന്ന് പറയുമ്പോ നിന്നെക്കാ വിഷമം എനിക്കുണ്ട്. അതിനിപ്പോ ഞാൻ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ ഏട്ടന്മാരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അല്ലെങ്കിലും നീ എന്നെ ബോധിപ്പിക്കണ്ട. നീ കണ്ടോ ഈ പാവത്തിന്? സച്ചേട്ടൻ എവിടെയാന്നറിയാതെ തകർന്നിരിക്കോ. അല്പം ദയ കാണിച്ചൂടെ ഇവിടെയുള്ളവർക്കെല്ലാം? ഒന്ന് ഇറങ്ങി അന്വേഷിച്ചൂടെ? പകരം എന്താ ചെയ്യുന്നത്? എല്ലാവരും വിവാഹത്തെ കുറിച്ച് മാത്രം ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നീ തന്നെ നന്ദേട്ടനോട് പറയ്, ഈ വിവാഹം തൽക്കാലം നിർത്തിവെച്ചോണ്ട് സച്ചിയേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ തയ്യാറല്ലെന്ന് പറയ്. നീ ചെന്ന് കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? ചെല്ല് പോ. അനയിക്കെന്താ ഇപ്പൊ ഈ വിവാഹം നിർത്തിവെക്കണോ? അങ്ങനെ നിർത്തിവെച്ചാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുവോ? ഈ വിവാഹം ഇപ്പൊ വേണ്ടെന്ന് വെക്കാൻ ഇതിലും വലിയൊരു കാരണമാണോ നന്ദേട്ടൻ നോക്കിയിരിക്കുന്നത്? കാണാതായിരിക്കുന്നത് സ്നേഹയുടെ അകന്ന ബന്ധത്തിലുള്ള ആരും അല്ല, സ്വന്തം ഏട്ടനാ. അവള് വരെ ഇവിടെ നിന്ന് കുറച്ചു മുന്നേ പറഞ്ഞു കഴിഞ്ഞു, സച്ചിയേട്ടനും സന്ദീപും കൂടി ചേർന്ന് നടത്തുന്ന വിവാഹത്തിനാണ് അവൾക്ക് താല്പര്യമെന്ന്. ഞങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാ. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോരെ ഈ വിവാഹമൊക്കെ? അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അനകെ. സച്ചി അവിടെ കാർ വിട്ടിട്ട് വേറെ എവിടെ പോയിരിക്കുകയാണ്. അവൻ നാളെ എങ്ങ് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ എന്തിനീ വിവാഹം വേണ്ടെന്ന് വെക്കണം? അർച്ചനയോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് താഴെ വെച്ച് പറയാൻ കഴിഞ്ഞില്ല, അതിനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു. ഈ വിവാഹം നാളെ നടന്നില്ലെങ്കിൽ പിന്നീട് നടത്താൻ ധനുഷിന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. സച്ചിയുടെ കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് മതി, നന്ദേട്ടൻ നിന്ന് കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സച്ചിയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അത്ര നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും. എന്നാ എനിക്ക് അങ്ങനെയല്ല. നിങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ആലോചിക്കുന്നുമില്ലായിരിക്കും. പക്ഷെ എനിക്കത് മാത്രമേ ആലോചിക്കാനുള്ളൂ. നിങ്ങൾ വിവാഹം നടത്തുകയോ നടത്താതിരിക്കോ എന്ത് വേണേലും ചെയ്യ്. സച്ചേട്ടൻ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ സ്വയം വിശ്വസിക്കുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയായാലും ഞാൻ സച്ചേട്ടനെ കണ്ടുപിടിക്കും, തിരിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതിലെനിക്ക് ആരുടെയും സഹായം വേണമെന്നില്ല. ആരില്ലെങ്കിലും ഈശ്വരനുണ്ടാവും എന്റെ കൂടെ, എനിക്കത് മതി. സ്വയം ന്യായീകരിക്കാനും എന്നെ കൂടി പറഞ്ഞത് വിശ്വസിപ്പിക്കാനും ഇനി ഇവിടെ ആരും വരരുത്. അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് പറയാ ഞാൻ.
വിവാഹം നടത്തുന്നതാ മുഖ്യം. എന്റെ സച്ചേട്ടന്റെ ജീവൻ അപകടത്തിലായതൊന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല. സന്ധ്യ ഡോക്ടർ ബാംഗ്ലൂരിലെ ഏതോ ആപത്തില. അനുപേട്ടൻ, മീരടുത്തി, സന്ദീപ്, അങ്ങനെ എന്നെ സഹായിക്കുന്നവരെല്ലാം പല പല സ്ഥലത്തായി പോയി. ഇനി എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഈ മുറിയിലിരുന്ന് കരയല്ല വേണ്ടത്. എന്റെ സച്ചേട്ടനെ എനിക്ക് രക്ഷിക്കണം. അതാ എനിക്ക് ഏറ്റവും വലുത്. ഹലോ മാഡം, എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? നൈറ്റ് മുഴുവൻ സെർച്ചിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതേ ഉള്ളൂ. സിറ്റി മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തു. ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ബോഡി പോലും. അതിനർത്ഥം സച്ചിദാനന്ദൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ്. ജീവനോട് അയാളെ ആരോ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ആ വഴിക്ക് കൂടി ഒന്ന് അന്വേഷിക്കണം. അയാളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തില്ല ഞങ്ങള്. ഇന്ന് വൈകുന്നേരത്തോടെ കണ്ടെത്താൻ ശ്രമിക്കാം. അർച്ചന ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഞങ്ങൾ സച്ചിദാനന്ദനെ കണ്ടെത്തിയിരിക്കും. ശരി മാഡം. ആ, ഇങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കും. ഇനി ഈ വിവാഹം കൂടി കഴിഞ്ഞാ എപ്പോഴും വെള്ളം കൂടി തന്നെ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.